ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പപ്പി ഉണ്ടോന്നോ ഒന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. അറിയില്ല. കണ്ടോ ഇങ്ങനെയുണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ചൂടുണ്ട് ഇങ്ങനെ കിടന്നുള്ളൂ താണ്ട് ചാടിപ്പോയി. ചെലവുകളൊക്കെ കുറവാണ്, ശരി, മെയിൻ്റെനൻസ് വളരെ കുറവാണ്, ഓക്കെ. ഒരു സ്മെല്ലോ എന്തോ ഒരു കംപ്ലൈന്റ് ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഒരു സ്മെല്ലുകളൊക്കെ ഉണ്ടാവും. ഇതിന് ആ പ്രോബ്ലം ഒന്നും ഇല്ല, ഉണ്ടാവില്ല, ഹെയർ ഒന്നും തൊളിയില്ല. ഓക്കെ. ഈ കാണുന്ന ഡോഗ്സിനെ കാണാം, നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് നമ്മുടെ ടോയ് പൂഡിൽ. ടോയ് പൂഡിൽ നമ്മളുള്ള നമ്മുടെ രമേശിയുടെ വീട്ടിലാണ്. എത്ര വർഷം ഈ ഒരു ടോയ് പൂഡിനെ വളർത്തുന്നുണ്ട്? 4 കൊല്ലമായിട്ട് വളർത്തുന്നു. 4 കൊല്ലം. അപ്പൊ അതിന് മുമ്പ് ഏത് ബ്രീഡായിരുന്നു? അത് മുമ്പൊക്കെ ഗ്രേഡം വെച്ചിരുന്നു, ശരി, റോഡ് വീലർ വെച്ചിരുന്നു, എല്ലാ വെറൈറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫുള്ള് ഇത് മാത്രമേ ഉള്ളല്ലേ? ഇത് തന്നെ, പിന്നെ ടോയ് പൊമ്മേരിയനൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു പൂഡൽ ഡോഗിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാമെങ്കിൽ ഇത് പറയാം ഇതിനെ പറ്റി. നമ്മളടുത്ത് പളവാനൊക്കെ ഭയങ്കര അപ്പൊ ഞാൻ ഈ ഒരു ബ്രീഡിനെ പറ്റി കേട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വളർത്തുന്ന ഒരു ബ്രീഡ് ഒന്നതാണ്. അതായത് സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസ് ആയാലും ഡോക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെയുള്ള അത്യാവശ്യം നല്ല പ്രൊഫഷണൽസ് അല്ലേ. അപ്പൊ ഇത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അലർജി പ്രശ്നം വരത്തില്ല. നമുക്ക് കുട്ടികൾക്കായാലും ചില വീട്ടിലൊക്കെ ചില ഡോഗ്സിനെ വളർത്തുമ്പോൾ ഒരു ഡോക്ടറിന് പിള്ളേർക്ക് പറ്റത്തില്ല, അതിന്റെ രോമവും കാര്യങ്ങളൊക്കെ. ഇത് അങ്ങനെ അലർജി വരുന്ന ഒരു ബ്രീഡ് അല്ല അല്ലെ. ആർക്കായാലും പിള്ളേർക്കായാലും ഇവൻ ആസ്മയുള്ളവരൊക്കെ ആയാലും വളർത്തുന്ന ടൈപ്പ് ഒരു സാധനമാണ്. അങ്ങനെ വലിയ ഹെയർ ഫോൾസോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെ സ്മെല്ലും അങ്ങനൊന്നും ഇല്ല. കാരണം ഇത്രയും ഡോഗ്സിന് നടുക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഈ പപ്പിയുടെ ഫാദർ ആയത് ഇതൊന്നും ഇങ്ങനൊന്നും അല്ല. കുറെ കട്ട് ചെയ്തിട്ടേക്കുവാണ്. ഭയങ്കരമായിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം, പല ആൾക്കാരും പല ഷേപ്പിലൊക്കെ പല ഭംഗിയായിട്ട് വരെ അല്ലേട്ടാ. ഹെയർ ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല ഹെയർ ഉള്ള ബ്രീഡാണ്. പിന്നെ അതാണ് നമ്മുടെ പപ്പിയുടെ മദർ എന്നാണ് അതിന്റെ പേര് വരുന്നത് കേട്ടോ. നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ, എല്ലാം ഭയങ്കര വെറുതെ ഇരിക്കുന്നില്ല, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. മെയിനായിട്ട് വീടിനകത്ത് തന്നെ ഇതിനെ വളർത്തുന്നത്, ഫ്ലാറ്റ് വീടിനകത്തൊക്കെ വളർത്തുന്ന ഇതാണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഗാർഡിങ് മീൻസ് ആരെങ്കിലും വരുവാണെങ്കിൽ അലേർട്ട് ചെയ്യും. അതെ, നമ്മളെ ആള് വന്നിട്ടുള്ള ആരും പെട്ടെന്ന് നമ്മളെ അലേർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കായാലും ലേഡീസൊക്കെ ഇഷ്ടം പോലെ നമ്മളെ കണ്ടതല്ല ഈ ഒരു ബ്രീഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടോയ് പൂഡില്. ഇത്രയൊക്കെ മാക്സിമം വലിപ്പവും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് എന്തൊക്കെ കേട്ടോ, എല്ലാ ഫുഡും കഴിക്കാൻ നമ്മൾ എന്ത് കൊടുത്താലും തിന്നും. വീട്ടിലെ അഡീഷണൽ വളരെ കുറച്ച് ഫുഡ് മതി വളർത്താനായാലും. പിന്നെ ചെറിയൊരു കൂട് മതി, കൂട് മതി. അത്രേ ഉള്ളല്ലേ? ഓ ശരി. അപ്പൊ ഒന്നിങ്ങനെ ഒരു കൂടെ തന്നെ ധാരാളമാണ്. അതിനകത്ത് കിടന്നത് ചാടി കളിച്ചോളും. അപ്പൊ നമ്മളെ കണ്ടല്ലോ, ഈ ഒരു ബ്രീഡിനെ പറ്റി കൂടുതലൊക്കെ അറിയണമെന്നുണ്ട് നമ്മുടെ രമേശിനെ വിളിച്ചോട്ടോ. വർഷങ്ങളായിട്ട് വളർത്തുന്ന ആളാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നല്ല ഡാർക്ക് കളറാണ്, കളറിലെയും ഭയങ്കര കളർ. നോക്കി, നല്ല അടിപൊളി കളറിലുള്ള നല്ല ഡാർക്ക് ബ്രൗൺ കളറിലുള്ള നമ്മുടെ ടോയ് പൂൾസ് ഉണ്ട്. പിന്നെ കണ്ട് ഇവരുടെ കളിപ്പാട്ടോട്ടെ, ഇതല്ലേ, ഇതെല്ലാം ഇവരുടെ കളിപ്പാട്ടമാണ്. ഇത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡാണ് നമ്മുടെ ഈ ഒരു ടോയ് പൂഡിൽ എന്ന് പറയുന്നത്.